കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ ശക്തിപ്പെട്ട മഴ ഈ മാസം അവസാനം വരെ തുടരാൻ സാധ്യത. മധ്യകേരളത്തിലും തെക്കൻ ജില്ലകളിലും ഇത്തരത്തിലുള്ള മഴ ലഭിക്കും. കൂടാതെ ഉത്തരേന്ത്യയിൽ ചൂടുകാലം തുടങ്ങുന്നതിന്റെ സൂചനകൾ ദൃശ്യമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഉത്തരേന്ത്യ ചൂട് പിടിക്കുന്നതോടെ കേരളത്തിൽ യഥാർത്ഥ വേനൽ തുടങ്ങും. മഴ വരുന്നേ എന്നിട്ട് മഴയെവിടെ എന്ന ചോദ്യം ഇന്ന് മിക്ക ജില്ലകളിലുമുണ്ട്. പക്ഷേ വേനൽ ചൂടിന് ആശ്വാസമായി പല സ്ഥലങ്ങളിലും മഴ പെയ്തു. ഇനി ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. മഴ കൂടുതൽ ദിവസം തുടരാനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതെ, കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ ശക്തിപ്പെട്ട മഴ ഈ മാസം അവസാനം വരെ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനങ്ങൾ. കഴിഞ്ഞ ദിവസത്തെ കണക്കിൽ ഫെബ്രുവരി 26 വരെയായിരുന്നു മഴ തുടരുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ അന്തരീക്ഷ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ മഴ മാർച്ച് 2 വരെ തുടരാനാണ് നിലവിലെ സാധ്യതകൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോലെ കൂടുതൽ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പകരം ഒറ്റപ്പെട്ട മഴയായിരിക്കാം ലഭിക്കുക. ഇതും മധ്യകേരളത്തിലും തെക്കൻ ജില്ലകളിലും ഇത്തരത്തിലുള്ള മഴ ലഭിക്കാൻ സാധ്യത കൂടുതലുണ്ട്. കൂടാതെ മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ടെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം. ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദമായിരുന്നു മഴയ്ക്കുള്ള പ്രധാന കാരണമായി വിദഗ്ധർ പറഞ്ഞത്. അതിന്റെ കൂടെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനോട് ചേർന്ന് മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്നു. ഇതുകാരണമാണ് മഴ തുടരാൻ കാരണമെന്ന് പറയുന്നത്. അതായത് ചക്രവാത ചുഴിയെ തുടർന്ന് കേരളത്തിലേക്ക് അറബിക്കടലിൽ നിന്ന് ഈർപ്പം എത്തുന്നത് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ മേഘരൂപീകരണത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം കൂടി ഉള്ളതുകൊണ്ട് ഇരുദിശകളിൽ നിന്നുള്ള കാറ്റ് കൂടിച്ചേരുകയും അതിലൂടെ മഴ ലഭിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിദഗ്ധരുടെ കണ്ടുപിടുത്തം. അതിനാൽ തന്നെ മിക്ക ജില്ലകളിലും മഴ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലെല്ലാം മഴ ലഭിച്ചിരുന്നു. ഇന്നത്തോടെ മഴ കുറയുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ആശ്വസിക്കാം, ഇനി കുറച്ചു ദിവസങ്ങൾ കൂടി മധ്യകേരളം കേന്ദ്രീകരിച്ച് മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ മാർച്ച് 2-ാം തീയതി കഴിയുന്നതോടെ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ തിരികെ വരുമെന്നാണ് പറയുന്നത്. കാരണം ഉത്തരേന്ത്യയിൽ ചൂടുകാലം തുടങ്ങുന്നതിന്റെ സൂചനകൾ ദൃശ്യമായി കണ്ടു. നിലവിൽ ശൈത്യകാലമായതുകൊണ്ട് തന്നെ കേരളത്തിലായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. എന്നാൽ ഇനി വടക്കൻ മേഖലകളിൽ ചൂട് രേഖപ്പെടുത്താൻ തുടങ്ങും. സാധാരണ മാർച്ചിനു ശേഷമാണ് ഉത്തരേന്ത്യയിൽ ചൂട് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ആയതിനാൽ തന്നെ ഇത്തവണ നേരത്തെ ചൂട് അനുഭവപ്പെടും. ഉത്തരേന്ത്യ ചൂട് പിടിക്കുന്നതോടെ കേരളത്തിലെ അന്തരീക്ഷവും മാറും. കേരളത്തിൽ യഥാർത്ഥ വേനൽ തുടങ്ങും. ഉത്തരേന്ത്യയിലെ വരണ്ട ചൂടുള്ള കാറ്റ് കേരളത്തിലേക്ക് വീശി തുടങ്ങും. അപ്പോൾ വേനൽക്കാലത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമെന്നാണ് പറയുന്നത്. ആയതിനാൽ ഫെബ്രുവരിയിൽ കേരളത്തിലെ ചൂട് കൂടാറുണ്ടെങ്കിലും ഇത്തവണ ലഭിച്ച ഒറ്റപ്പെട്ട മഴ ചൂടിന് കുറവ് വരുത്തിയെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.